കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പ്രോജക്റ്റുകൾ, വലിയ പദ്ധതികൾ, ഉദാഹരണത്തിന് ജൽജീവൻ മിഷൻ നമ്മൾ ഏറ്റവും ഗൗരവപൂർവ്വം കാണേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും അടിസ്ഥാനപരമായി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് മോദി സർക്കാരിന്റെ ജൽജീവൻ മിഷൻ പദ്ധതി. 7156 കോടി രൂപയാണ് ജൽജീവൻ മിഷന് വേണ്ടി കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഇത് 50-50 ആണ് ആ പ്രോജക്ട്. 50% കേന്ദ്രവും 50% കേരളവും. ഞങ്ങൾ പറഞ്ഞ പൈസ മുഴുവൻ കൊടുത്തു, കേന്ദ്രം പറഞ്ഞ പൈസ മുഴുവൻ കൊടുത്തു. സ്റ്റേറ്റ് ഗവൺമെന്റിന് കാശിൽ നീക്കി വെക്കാനില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ജൽജീവൻ മിഷൻ സ്തംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ. 22 ലക്ഷത്തിലധികം വീട്ടുകാർക്ക്, ഹൗസ് ഹോൾഡേഴ്സിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നു. ഇനിയും അതിന്റെ ഇരട്ടി ആളുകൾ കിട്ടാനുണ്ട്. അത് പരാജയപ്പെടാനുള്ള കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവരുടെ കയ്യിൽ കാശില്ല. 6000 കോടി രൂപയുടെ കുടിശ്ശികയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ എം പി ഒക്കെ അവരുടെ കരാറുകാരുടെ പല സമരങ്ങളിലും പോയിട്ടുണ്ട്. 6000 കോടി രൂപയുടെ കുടിശ്ശികയാണ് ജൽജീവൻ മിഷൻ കരാറുകാർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ലയബിലിറ്റി ആക്കി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ കാശില്ല. മൻരേഗ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ വേജസ് കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആകെ പർച്ചേസിൽ ഒരു 25% സ്റ്റേറ്റ് കൊടുക്കണം. അതുപോലെ അവരുടെ കയ്യിൽ കൊടുക്കാനില്ല. പർച്ചേസ് പലയിടത്തും അത് കാരണം മുടങ്ങിയിരിക്കുകയാണ്. വയോവന്ദൻ, നമ്മൾ ആയുഷ്മാൻ ഭാരത് നമുക്കറിയാം. ആയുഷ്മാൻ ഭാരത് ഇവിടെ ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. 88 ലക്ഷം ആളുകൾ കിട്ടുന്നുണ്ട് കുടുംബങ്ങൾക്ക്. പക്ഷേ വയോവന്ദൻ ഉണ്ട്, 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സമ്പൂർണ്ണമായിട്ട് കിട്ടണം. ഇതിന് 60-40 ആണ്. ആ പൈസയിൽ 40% പൈസ അവർക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇത്തവണ അവർ ഒപ്പുവെച്ചിട്ടേ ഇല്ല. അവര് പൂർണ്ണമായിട്ടും 70 വയസ്സ് കഴിഞ്ഞവർക്ക് 10 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്ന വയോവന്ദൻ പ്രോജക്ട് കേരളത്തിൽ നടപ്പാവുന്നില്ല. അത് വലിയൊരു ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അർബൻ PMAYയിൽ ഇത്തവണ കേരള ഗവൺമെന്റ് ഒപ്പുവെച്ചില്ല, ഇവരുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട്. അപ്പൊ ഇതുപോലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗ്രാമീൺ സടക്ക് യോജന 2246 കിലോമീറ്റർ റോഡുകൾ, ചെറുകിട റോഡുകൾ ഗ്രാമത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റിന് വിഹിതമില്ല. അതുകൊണ്ട് ആ പദ്ധതി മുടങ്ങിയിരിക്കുന്നു. ചോദിച്ചാൽ അറിയാം, സുനിൽകുമാറൊക്കെ മന്ത്രിയായിരുന്നു എന്റെ സുഹൃത്ത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിലെ ലോക്കൽ ബോഡിക്ക് നൽകുന്ന ധനസഹായം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷം ഒരു പദ്ധതിയും നടന്നിട്ടില്ല. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ നടപ്പാക്കിയ പ്രഖ്യാപിച്ച ബജറ്റിൽ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇനിയിപ്പോ പറയാം, വലിയ പദ്ധതികൾ, സ്മാർട്ട് സിറ്റി. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിക്ക് മാത്രം 700 കോടി രൂപയോളം മോദി സർക്കാർ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയിലാണ് കുടിവെള്ളം, വീടുകൾ, അതുപോലത്തെ പദ്ധതികളെല്ലാം വരുന്നത്. പക്ഷെ ഇവരുടെ കയ്യിൽ ഒരു പൈസ നീക്കി വെക്കാനില്ല. പല പദ്ധതികളും അവതാളത്തിലായിരിക്കുകയാണ്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് വേണമെന്ന് പറഞ്ഞു. ഇവർക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചെങ്കൽച്ചൂളയിലെ ആവാസ പദ്ധതി, വീടുണ്ടാക്കുന്ന പദ്ധതി, നിങ്ങൾക്ക് തിരുവനന്തപുരത്താണല്ലോ ഏഷ്യാനെറ്റിന്റെ കേന്ദ്രം, നോക്കിയാൽ അറിയാം. ആ കോളനിയിലെ പദ്ധതി പൂർണ്ണമായിട്ടും അവതാളത്തിലായിരിക്കുകയാണ്. കാരണം എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് പണം കൊടുക്കാത്തതുകൊണ്ടല്ല. വളരെ സീരിയസ് ആയിട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കന്മാർ ചർച്ച ചെയ്യേണ്ട ഇത്തരം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു.